നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വൈദ്യുതി ഭവൻ നമ്മുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ഒരു ഓർഡർ പുറത്തിറങ്ങി. എന്താണ് ഓർഡർ? ഒരു കേസ് അന്തസ്സായി തോറ്റതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായ കത്ത് CMDക്ക് നൽകിയിരുന്നു. ആ കത്തിനു പുറമെ ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ കേസിൽ എന്തൊക്കെ സംഭവിച്ചു, ഈ കേസിൽ എന്താണ് നമുക്ക് പറ്റിയത്, KECB തോക്കാൻ കാരണം എന്തുകൊണ്ടാണ്, ശക്തമായ രീതിയിൽ കേസ് നടത്തിയതിന് ശേഷമാണ് ആ കേസ് അന്തസ്സായി തോറ്റത്. അന്തസ്സായി തന്നെ തോറ്റു. അതിൽ ഇടപാടുകളെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. ആ തോറ്റതിന് ശേഷം 5.5 കോടി രൂപ സൗര സൊല്യൂഷൻസിന്റെ ഉത്തരവാദിത്വപ്പെട്ട കേസിലെ മുഖ്യ സൂത്രധാരകനായ മനോജിന് കൊടുക്കാൻ വേണ്ടി കോടതി വിധി മാനിച്ചുകൊണ്ട് അപ്പീല് പോലും പോകാതെ 5.5 കോടി രൂപ കൈമാറ്റം ചെയ്യാൻ ലീഗൽ വിങ്ങിലെ റിട്ടയർഡ് ജഡ്ജിയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയ KECB ആസ്ഥാന മന്ദിരത്തിൽ ഇരിക്കുന്ന ലീഗൽ അഡ്വൈസർ, അതായത് ചീഫ് ലീഗൽ അഡ്വൈസർ, ബോർഡ് സ്റ്റാഫാണ്, ഇപ്പോൾ AO ആണ്, ഇപ്പോൾ AO ആണ്. അദ്ദേഹം കൂടെ തയ്യാറാക്കി. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നും വന്ന ഒരു വിദഗ്ധനുണ്ട്, അദ്ദേഹവും കൂടെ കൂടിയാലോചിച്ചുകൊണ്ട് 5.5 കോടി രൂപ ബോർഡിൽ നിന്നും റിലീസ് ചെയ്യാൻ ശ്രമിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത ഫണ്ടാണ്. അതൊരു ക്രിമിനലിനാണ് കൊടുക്കുന്നത്, വ്യാജരേഖകൾ തയ്യാറാക്കിയ ക്രിമിനലിന്. അതിന് മന്ത്രിയുടെ ഓഫീസിലിരുന്ന 2 പേർ ഇടപെട്ടു. അതിനുശേഷം ബോർഡിലെ പൊളിറ്റിക്കൽ മെമ്പർ ഇടപെട്ടു. പിന്നെ ഇവർക്കൊക്കെ ദീർഘദൂരം സഞ്ചരിക്കാൻ വേണ്ടി ശക്തമായ രീതിയിൽ ബോർഡ് ആസ്ഥാന മന്ദിരത്തിൽ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹവും ഇടപെട്ടു. ഇവരെയൊക്കെ ഞങ്ങൾ ചില കാര്യങ്ങളിൽ സൂചന നൽകിക്കൊണ്ട് മന്ത്രിയുടെ ഫേസ്ബുക്കിലും പൊളിറ്റിക്കൽ മെമ്പറുടെ ഫേസ്ബുക്കിലും ഡയറക്ടറുടെ വാട്സപ്പ് നമ്പറിലും മന്ത്രിയുടെ അങ്ങനെ ഇവരെയൊക്കെ ഞങ്ങൾ ചില നവമാധ്യമങ്ങളിൽ കൂടി ചില വർത്തമാനങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നടപടിയെടുക്കാനുള്ള സാഹചര്യമുണ്ടാക്കി. മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന 2 പേര്, പൊളിറ്റിക്കൽ മെമ്പർ, ഇതിന് സ്വാധീനം ചെലുത്താൻ എറണാകുളത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ബോർഡിലെ ഒരു ഡയറക്ടർ, പിന്നെ അവിടുത്തെ ഉയർന്ന 2 ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി ഓട്ടപ്പന്തയം തുടങ്ങി. 5.5 കോടി രൂപ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ബോർഡിനെ വഞ്ചിച്ചു എന്ന്, അതായത് ഈ ക്രമക്കേടുകൾ കാണിച്ചവനാണ് 5.5 കോടി രൂപ കൊടുക്കുന്നത്. സോളാറുമായി ബന്ധപ്പെട്ട ചില ഗ്യാരണ്ടികളിൽ പ്രശ്നങ്ങളുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ വെച്ചിട്ടാണ് ആ ഗ്യാരണ്ടി കൊടുത്തത്. അതെല്ലാം വിശദമായി സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് അപ്പീല് പോകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ CMDക്ക് കത്ത് കൊടുത്തു. വിശദമായി തന്നെ 8 പേജുള്ള കത്താണ് ഞങ്ങൾ കൊടുത്തത്, കവറിംഗ് ലെറ്റർ ഉൾപ്പെടെ. അതിനുശേഷം നമ്മുടെ സംസ്ഥാന വിദ്യുച്ഛക്തി മന്ത്രിക്ക് കൊടുത്തു, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കൊടുത്തു, പവർ സെക്രട്ടറിക്ക് കൊടുത്തു, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു, ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു, സെൻട്രൽ വിജിലൻസിന് കൊടുത്തു, കേന്ദ്ര ഊർജ മന്ത്രിക്ക് കൊടുത്തു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. ഇതെല്ലാം അറിയണം അവര്. കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി ഇത്രയും പേര് അറിയേണ്ടതുണ്ട്, അറിയിക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ കടമയാണ്. ശബരിമലയിലെ തീവട്ടിക്കൊള്ള പോലെ. പക്ഷേ ശബരിമലയിലെ തീവട്ടിക്കൊള്ള നടന്നതുപോലെ തന്നെയാണ് ഇവിടെയും ചിലപ്പോൾ ഈ അഴിമതി അവസാനിപ്പിക്കാൻ സാധ്യതയെന്ന് ഞങ്ങൾക്ക് തെളിയുന്നു. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചില പേപ്പറുകൾ ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു. ഞങ്ങളത് ഫാക്സ് ചെയ്തു, ചിലത് മെയിൽ ചെയ്തു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പറയുന്നു,
കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങുമ്പോൾ ചിലപ്പോൾ വൈദ്യുതി ഭവന്റെ മുന്നിൽ ഏതാനും മാസങ്ങൾക്കകത്ത് കേരള പോലീസിന്റെ സഹായത്തോടുകൂടി ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ അറിയിക്കാൻ കാരണം 2020 ഞങ്ങൾ ചില പരാതികൾ കൊടുത്തു. ആ അന്വേഷണം പൂഴ്ത്തിവെച്ചതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ അതിൻ്റെ റിപ്പോർട്ടുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ചും ഊർജ മേഖലയിൽ കൊടുക്കുന്ന സബ്സിഡികളെല്ലാം എന്ത് ചെയ്യുന്നു എന്നവർ അന്വേഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ പേപ്പറുകൾ നൽകുന്നു. അതെല്ലാം കൃത്യമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിരീക്ഷണം നടത്തുന്നു. അതിനുവേണ്ടി ഒരു മോണിറ്ററിംഗ് സെല്ല് അവർ തുടങ്ങിക്കഴിഞ്ഞതായി കഴിഞ്ഞ ദിവസം ഞങ്ങളെ അറിയിച്ചു. അതിനുശേഷമാണ് ഈ വാർത്ത ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ് മോണിറ്ററിംഗ് സെൽ ആരംഭിച്ചതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ആ മോണിറ്ററിംഗ് സെല്ലിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുന്നുണ്ട്. അവർ ചോദിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ഞങ്ങൾ PDF ഫയലായി ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ 2-3 മാസത്തിനുള്ളിൽ കേരള പോലീസിൻ്റെ വലിയ വണ്ടി വൈദ്യുതി ഭവന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനകത്തിരിക്കുന്ന ചില ഓഫീസേഴ്സിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനിയെങ്കിലും ഓഫീസർമാർ മാനസാന്തരങ്ങൾ വന്ന് അഴിമതി ഉപേക്ഷിച്ച് നിങ്ങൾ ദയവ് ചെയ്ത് ആ സ്ഥാപനത്തെ നശിപ്പിക്കരുതെന്നും അഴിമതി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ, നിങ്ങൾ രക്ഷപ്പെടും. ഇത് തന്നെയാണ് ട്രാവൻകൂർ എക്സ്പ്രസ്സിന് പറയാനുള്ളത്. 5.5 കോടി ഞങ്ങൾ തടഞ്ഞു വച്ചിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ലീഗൽ സെല്ല് 5.5 കോടി രൂപ വിഡ്രോ ചെയ്യണമെന്ന് കത്ത് കൊടുത്തിരുന്നു. അതെല്ലാം ഞങ്ങൾ മൊനയൊടിച്ചുകൊണ്ട് അപ്പീൽ പോകാൻ കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് വിജയിച്ചിരിക്കുന്നു. ഇനി ആ കേസ് തോൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അതിനും ഞങ്ങൾ ചില വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് വൈദ്യുതി ഭവനിലെ കീ പോയിന്റിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അഴിമതിക്കെതിരെ തന്നെയാണ് ഞങ്ങളുടെ ശബ്ദം. ഇത് നിങ്ങൾ ഓർക്കൂ. ഉറക്കത്തിലും ഊണിലും നിർത്തുന്നു.